അപ്പോഴേ പ്രിയ സുഹൃത്തുക്കളെ മച്ചാമാരെ അമ്മ റോട്ടിൽ പോയിട്ട് വന്നപ്പോൾ അതേ ഇതേപോലത്തെ ഞണ്ടുകൾ മേടിച്ചുകൊണ്ട് വന്നു. എന്താണെന്ന് അറിയത്തില്ല, ഇന്ന് ഏറെ കൗതുകം പിടിച്ചിട്ടുള്ളൊരു ദിവസമാണെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് നൊസ്റ്റ അടിച്ചു. ഇത് ഞണ്ടിനെ കണ്ടപ്പോൾ മൊത്തത്തിൽ തൂക്കിക്കൊണ്ട് വന്നു, പണിയും തുടങ്ങി. അപ്പം ഞാനും കൂടി. അപ്പോൾ ഇന്ന് അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ്. ഞണ്ട് കറി വെക്കുന്നതാണ്. ആദ്യം പാളിപ്പോവും എന്ന് വിചാരിച്ചയാണ്, പക്ഷേ എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതേ കുത്തി പൊളിക്കുന്നതാണ്ടാ. ഇന്ന് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെയ്തു. അപ്പം ഞാനും മൊബൈലും പൊക്കി പിടിച്ചുകൊണ്ട് ഒപ്പം അങ്ങ് കൂടി ഒരു വീഡിയോ എടുത്ത് ഇടാമല്ലോ എന്നും പറഞ്ഞിട്ട് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നത്. ഞണ്ടിനെയൊക്കെ വെട്ടി തുണ്ടും തുണ്ടും ആക്കി ഇടും. അത് എനിക്ക് ഇതിനെപ്പറ്റി ABCD അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും കണ്ടുകൊണ്ട് ഞാനും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ വെട്ടുന്നു. വലിയ ലോങ്ങൊന്നും ആക്കിയില്ല, എന്നാലും ഒരു ചെറിയ രീതിയിൽ അങ്ങ് എടുത്തപ്പോൾ ഇച്ചിരി എഡിറ്റിങ്ങിൻ്റെ പ്രശ്നം കാരണം ഇച്ചിരി ലോങ് വീഡിയോ ആവുമെന്ന് കരുതി. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ അമ്മ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലൂടെ ഞാനും ചോദിച്ച് അറിയുന്നുണ്ട്. ഇതിനൊക്കെ ജീവനുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല, അതുകൊണ്ടാണ് വടി കൊണ്ടൊക്കെ കുത്തുന്നത്, അറിയാൻ വയ്യ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. പല ചാനലുകളിലും നിങ്ങൾ കണ്ടു കാണും ഞണ്ട് കറിയും കാര്യങ്ങളൊക്കെ വെക്കൽ. അതായത് ഇവിടുത്തെ ഞങ്ങളൊരു സാധനമാണ്. ഇയാളെ ഒരു കോമഡി പോലെയൊക്കെയാണ്. ഇയാൾ ഇടയ്ക്ക് വരും, ഇങ്ങനെ പോവും. പൂച്ച തിന്നേണ്ട സ്ഥാനത്ത് ഇയാൾ വരിക, കൊത്തുക. കാക്കയെ പോലും അടുപ്പിക്കാത്തുള്ള രീതിയാണ് ഇദ്ദേഹത്തിൻ്റെത്. ഇപ്പോൾ അങ്ങ് വന്നു. അവസാനം ഞാൻ ബക്കറ്റ് എടുത്ത് മാറ്റി കൊടുത്തു വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോന്നെടുക്കും, അവിടെ വെക്കും. അവന് തിന്നാൻ പറ്റിയ കാര്യങ്ങൾ ഇങ്ങനെ കൊത്തി നോക്കും, അത് പറ്റത്തില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇവനെ എടുത്തിടാമെന്നും പറഞ്ഞിരുന്നതാണ്. ആൾക്ക് ഇടയ്ക്ക് ദിവസം വെച്ച് പനിയൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങ് ഉഷാറായി കയറിയിട്ടുണ്ട്. വാല് അവിടെ ആയിരുന്നു ഇച്ചിരി പ്രശ്നം പറ്റിയത്. ദേ ഒരു കടൽക്കാക്ക വന്നിട്ടുണ്ട്. സാധാരണ കാക്കയല്ല, കടൽക്കാക്കയാണിത്. അത് ഞാൻ അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ബാസ്ക്കറ്റ് ഇട്ടേക്കുന്ന വേസ്റ്റാണ്. ഈ വേസ്റ്റാണ് അമ്മ ഒരു പാത്രത്തിൽ നല്ലതും ഒരു പാത്രത്തിൽ പന്നലും മറ്റേ ക്ലീൻ ആക്കാൻ. അപ്പോൾ ഞാനും ഒപ്പം ഇരുന്ന് ഇതെല്ലാം കൂടെ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഉരച്ചും കഴിവാനൊക്കെ ഉണ്ട്, ഒരുപാട് മെത്തേഡുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് ഏറെക്കുറെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതേ ഇവിടെ ഏകദേശം മീറ്റാക്കിയത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് വേസ്റ്റിലും അവൻ വന്ന് കുത്തിപ്പറക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു തമാശ താണ്ട നമ്മുടെ പൂച്ചക്കുട്ടന് ഇന്ന് തിന്നാനൊന്നും കിട്ടിയില്ല. അയാൾ ഭയങ്കര വിഷമത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ഒരു പൂച്ചയുണ്ട്, ഒരു വെള്ളയൻ. അപ്പോൾ ഒരു പരുവൊക്കെ ആയി വരുന്നുണ്ട്. അമ്മയ്ക്ക് നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ അങ്ങ് ചെയ്യുക. എന്തൊക്കെയൊക്കെ എടുക്കുന്നു, എന്തൊക്കെയൊക്കെ കളയുന്നു, ഞാനും ഇങ്ങനെ കൗതുകത്തോടെ ഇരുന്ന് കാണുകയാണ്. അപ്പോൾ എന്തായാലും ദേ ആശാനാണെങ്കിൽ അവിടെ നിൽക്കുക. ഇവരെന്തരടെ കാട്ടിക്കൂട്ടുന്നത്, എനിക്കൊന്നും തരുന്നില്ലല്ലോ. ഭയങ്കര വിഷമം. പക്ഷെ ഭയങ്കര കരച്ചിലൊന്നുമില്ല. യവനാണെങ്കിൽ നല്ല ആവേശത്തിൽ നിന്നങ്ങ് കുത്തി പറക്കുകയാണ് ഗൈസ്. കണ്ടോ, ഒരു ആവേശത്തിൻ്റെ ഉജ്ജ്വലമായിട്ടാണ് അവൻ നിന്ന് കുത്തിപ്പറക്കുന്നത്. ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് മെത്തേഡുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചീനിയൊക്കെ കൊത്തി എരിയാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യണം. പോരാത്തതിന് ഇയാളെ വിഷമം കണ്ടോ, എന്തൊക്കെയൊക്കെയോ അവ ഇങ്ങനെ അടയ്ക്കുക. എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ. ഇയാളാണെങ്കിൽ എല്ലാം പറക്കിക്കൊണ്ടൊക്കെ പോവുക. ആശാൻ വലിയ ഫോമില്ല. ഇതുവരെ എത്തിയിട്ടുണ്ട്. ഉറക്കവും വരുന്നു അതിൻ്റെ കൂടെ. എന്താ ചെയ്യുക അല്ലേ. ഒരുവിധമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മച്ചന്മാരെ ചാനൽ ആദ്യമായിട്ടേ കാണുന്നെങ്കിൽ തീർച്ചയായും സപ്പോർട്ട്, സഹകരണവും, ലൈക്കും കമൻറ്റും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് സഹായിക്കുക. ഇനിയും തുടരെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ എടുത്തിടണ്ടേ ഗൈസ്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഭാഗമായിട്ട് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ എന്താവുമോ എന്തോ, കണ്ടു തന്നെ അറിയാം. ആശാനങ്ങൊക്കെ പോയി ഇങ്ങൊക്കെ പോയി. കുറച്ച് നേരം ലെങ്ത്ത് കൂട്ടാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ കുറേശ്ശെ എടുക്കുന്നത്. ഇത് ലാസ്റ്റ് കറി വെക്കുന്ന വീഡിയോ അതും ഇതൊക്കെ ആക്കി എടുക്കാമെന്ന് വെച്ചു. എനിക്കൊരാകാംക്ഷയുണ്ട്, ഇതെന്താവും. അത് മൊത്തം വേസ്റ്റാണ്. അതിൽ നിന്നും പിന്നെ അമ്മ നോക്കി ഉള്ളത് കൊള്ളാവുന്നൊക്കെ നുള്ളിപ്പറക്കി എടുക്കുകയാണ്. അതെല്ലാം വേസ്റ്റായിപ്പോയി. ഇതാണ് അത്യാവശ്യം ഉള്ളത്. പിന്നെ ചീനിയുടെ റോള് ഞാൻ അറ്റൻഡ് ചെയ്തു. വാക്കത്തിയാണ് അമ്മയുടെ ഇരിക്കുന്നത്, അതിനാണ് മൂർച്ചയുള്ളത്. ഈ വാക്കത്തി എന്നും പറഞ്ഞ് ട്രോളൊന്നും ഇടണ്ട. അപ്പോൾ എന്തായാലും കായ്ക്ക ഇപ്പോൾ 20 കത്തി തന്നു. ഞാൻ പിന്നെ ഇതിനെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വാക്കത്തി അവിടെ വെച്ചു. അപ്പോൾ നമുക്കിനി ചീനി അരിയുന്ന സിറ്റുവേഷനിലേക്ക് കിടക്കാം. ചീനി അരിയാൻ പോവാണ്. രണ്ടും ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, കാര്യം ചെയ്യുന്നുണ്ട്. അത് രണ്ടും കൂടെ പാടായതുകൊണ്ട് ചീനി അരിയുന്ന വിഷയമില്ല. അതുകൊണ്ട് തൊലിച്ചിട്ടതിൻ്റെയൊക്കെയാണ്. വാക്കത്തിയാണ് അവിടെ കിടക്കുന്നത്. അത് ട്രോളിടണ്ട. നമ്മുടെ ആശാനും ഇവിടെ ഉണ്ട്. ചീനിയുടെ ഇതൊക്കെ തിന്നാൻ വേണ്ടിയാണ് വന്നത്. എന്താ ഇത്രയും ക്ലീനാക്കി. എങ്ങനെയുണ്ട് ഗൈസ്? വലിയ പണിക്കാരൊന്നുമില്ല, എങ്കിലും ഒക്കെ തലയൊക്കെ ഒപ്പിച്ചൊക്കെ എടുക്കും. അപ്പോൾ അമ്മ അവിടെ അതിൻ്റെ പരിപാടി നോക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ പരിപാടി നോക്കി.
അപ്പോൾ ഇനി അതിൻ്റെ വിശേഷങ്ങളിലൊക്കെ പോവാം. അപ്പോൾ ഏകദേശം തന്നെ അമ്മ പ്രിപ്പറേഷനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പിലേക്ക് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ ഇടിക്കുന്നു, അമ്മ തന്നെ എന്തൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതിനെ പറ്റിയൊന്നും ഏകദേശം ധാരണയൊന്നുമില്ല. നിങ്ങൾ കുക്കിങ്ങുകാർക്കൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇഞ്ചിയോ വെളുത്തുള്ളി എന്തൊക്കെയൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ഫൈറ്റ് നടക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ഞാനങ്ങനെ ക്യാമറയും പൊക്കി പിടിച്ച് അവരെ രണ്ടിൻ്റെ ഇടയിലൂടെ ഇങ്ങോട്ട് പോകാൻ വേണ്ടി ഇരുന്നത്. എന്താവും, ഏതാവും, എങ്ങനെയാവും. വെറുതെ വിട്ടോ രണ്ടുപേരും. ഇവനാണ് ഇടയ്ക്കൊക്കെ ഷോർട്ട് വീഡിയോയിൽ വരുന്ന എൻ്റെ മെയിൻ പൂച്ച. അപ്പോൾ ചീനി ദേണ്ട തിളയ്ക്കാറായിട്ടുണ്ട്, ഇങ്ങനെ പതയൊക്കെ വരുന്നുണ്ട്. ഇവിടെ അമ്മ പ്രിപ്പറേഷൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താവും എന്തോ എല്ലാം ഇളക്കി കൂട്ടുകയാണ്. മീറ്റൊക്കെ പോവാതെ കിട്ടുമോ എന്നറിയത്തില്ല, കുഞ്ഞൻ ഞണ്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാണും. എന്തൊക്കെയൊക്കെ ഒഴിക്കുന്നുണ്ട്, എന്തൊക്കെയൊക്കെ ഇടിക്കുന്നുണ്ട്, എന്തൊക്കെ വീണ്ടും എടുത്ത് ഒഴിക്കുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് എനിക്ക് തികച്ചും പറഞ്ഞുതരാൻ പറ്റുന്നില്ല. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആയിട്ടൊന്നും അങ്ങനെ എടുത്തൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതേപോലെ ചീനി ചെറിയ രീതിയിൽ തിളയ്ക്കുന്നു. ഇതാണ് ഇവിടത്തേക്ക് പരിപാടീസ്. ഒന്ന് വിറവും ഒന്ന് ഈ കറണ്ടടുപ്പും ഒക്കെയാണ് ഇവിടത്തേക്ക് മെയിൻ പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് ആശാൻ ഇടയ്ക്കൊക്കെ വന്ന് നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേണ്ട ചീനി വെന്ത് ഗൈസ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ എടുക്കാൻ നിന്നില്ല, ഇങ്ങനെ കട്ട് ചെയ്തൊക്കെയാണ് കയറ്റിയെടുത്തത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ ഞണ്ടും ഏകദേശം ആയിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. ലൈറ്റ് തെളിയാത്തതുകൊണ്ടാണ് കളറ് തെളിഞ്ഞ് കാണാത്തത്. ഇപ്പോൾ ഒരു സൈസ് വേറെ കളറായിട്ടുണ്ട്. ഇനി ഇച്ചിരി കൂടെ ഒന്ന് ആവണമെന്നാണ് അമ്മ പറഞ്ഞത്. എന്തൊക്കെയോ വാരിക്കോരി വീണ്ടും ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഒഴിച്ചും റെഡിയാക്കി ഇളക്കിയൊക്കെ വെച്ച് ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള കമൻ്റ് ഉണ്ടെങ്കിൽ നിർദ്ദേശിക്കുക. അപ്പോൾ ബാക്കിയെല്ലാം അടുത്ത വീഡിയോയിൽ